ലോകശക്തികൾ തമ്മിലുള്ള ചേരിതിരിവ് കിഴക്കൻ യൂറോപ്പിനെ ഒരു വലിയ സുരക്ഷാ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക സംഘർഷം ലോകക്രമത്തെ തന്നെ പിടിച്ചുലയ്ക്കുമ്പോൾ യൂറോപ്പിന്റെ കിഴക്കൻ അതിർത്തികളിൽ നിന്ന് കേൾക്കുന്ന യുദ്ധകാഹളം ലോക സമാധാനത്തിന് പുതിയ ഭീഷണി ഉയർത്തുന്നു. ബെലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലൂക്കാഷെങ്കോ മിൻസ്കിൽ നടത്തിയ പ്രഖ്യാപനം വെറുമൊരു രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. സമാധാനത്തിന്റെ കാലം അവസാനിച്ചുവെന്നും തങ്ങൾ ഇപ്പോൾ യുദ്ധത്തിനായി തയ്യാറെടുക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ അത് കേവലം ഒരു അയൽരാജ്യത്തോടുള്ള ഭീഷണിയല്ല, മറിച്ച് നാറ്റോ സഖ്യത്തോടും പടിഞ്ഞാറൻ ശക്തികളോടുമുള്ള ഒരു തുറന്ന വെല്ലുവിളിയാണ്. 300ഓളം വരുന്ന തന്ത്രപ്രധാന സൈനിക ഉദ്യോഗസ്ഥരെ സാക്ഷിയാക്കി നടത്തിയ ഈ പ്രഖ്യാപനം കിഴക്കൻ യൂറോപ്പിലെ സുരക്ഷാ ക്രമങ്ങളെ ആകെ തകിടം മറിച്ചിരിക്കുകയാണ്. ലൂക്കാഷെങ്കോയുടെ വാക്കുകളിലെ തീവ്രത പരിശോധിക്കുമ്പോൾ ബെലാറസ് എന്ന രാജ്യം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിവരുന്ന തന്ത്രപരമായ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു സൈന്യം നിലനിൽക്കുന്നത് തന്നെ യുദ്ധം ചെയ്യാനാണെന്നും സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം യുദ്ധത്തിനായി തയ്യാറെടുക്കണമെന്നുമുള്ള ലൂക്കാഷെങ്കോയുടെ വാദം പൗരാണികമായ ഒരു യുദ്ധതന്ത്രമാണ്. എന്നാൽ ഈ പ്രസ്താവന ഇപ്പോൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഏറെ ഗൗരവകരമാണ്. ബെലാറസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിർത്തി രാജ്യങ്ങളായ പോളണ്ടും അതുപോലെ ലിത്വാനിയയും നാറ്റോയുടെ പ്രധാന ശക്തി കേന്ദ്രങ്ങളാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ശ്രദ്ധയും സൈനിക ശേഷിയും കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ സുപ്രധാന സമയത്ത് യൂറോപ്പിന്റെ കിഴക്കൻ കവാടത്തിൽ ഒരു പുതിയ യുദ്ധമുഖം തുറക്കുന്നത് റഷ്യൻ ബെലാറസ് സഖ്യത്തിന് വലിയ നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അമേരിക്ക പശ്ചിമേഷ്യൻ ചതുപ്പിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ യൂറോപ്പിനെ സമ്മർദ്ദത്തിലാക്കാൻ ലഭിച്ച ഏറ്റവും മികച്ച അവസരമായിട്ടാണ് ലൂക്കാഷെങ്കോയും വ്ളാഡിമിർ പുടിനും ഇതിനെ കാണുന്നത്. ബെലാറസ് സൈന്യം ഇപ്പോൾ കൈവരിച്ചിരിക്കുന്ന അതീവ ജാഗ്രതാ നിർദ്ദേശം അഥവാ ഫുൾ കോംബാറ്റ് റെഡിനെസ് എന്നത് വെറുമൊരു വാക്കല്ല, അത് സൈന്യത്തിന്റെ വിന്യാസത്തിലും ആയുധ ശേഖരണത്തിലും വലിയ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു. അതിർത്തികളിൽ സൈനികാഭ്യാസങ്ങൾ വർദ്ധിപ്പിക്കുകയും സൈനികരെ യുദ്ധസജ്ജരായി നിലയുറപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ പോളണ്ടിനും ലിത്വാനിയയ്ക്കും വലിയ സുരക്ഷാ ഭീഷണിയാണ് ലൂക്കാഷെങ്കോ ഉയർത്തുന്നത്. തന്റെ രാജ്യത്തെ തോക്കിൻ മുനയിൽ നിർത്തി ആരും ചർച്ചയ്ക്ക് വരേണ്ടതില്ല എന്ന അദ്ദേഹത്തിന്റെ കർശന നിലപാട് ഇനി നയതന്ത്ര ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്ന സൂചനയാണ് നൽകുന്നത്. റഷ്യയുമായുള്ള ബെലാറസിന്റെ സൈനിക സഹകരണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. റഷ്യയുടെ തന്ത്രപ്രധാനമായ ആണവായുധങ്ങൾ ബെലാറസ് മണ്ണിൽ വിന്യസിക്കപ്പെട്ടതോടെ ലൂക്കാഷെങ്കോയ്ക്ക് ലഭിച്ചിരിക്കുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ഇത് ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ ഭീഷണിയല്ല, മറിച്ച് ഒരു ആണവ ശക്തിയുടെ തണലിൽ നിന്നുകൊണ്ട് ഒരു രാജ്യം നടത്തുന്ന പരസ്യമായ യുദ്ധപ്രഖ്യാപനമാണ്. പോളണ്ടും ലിത്വാനിയയും ഈ നീക്കങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. പോളണ്ട് തങ്ങളുടെ പ്രതിരോധ ബജറ്റ് വർദ്ധിപ്പിക്കുകയും അതിർത്തിയിൽ വേലികൾ നിർമ്മിക്കുകയും ചെയ്തത് ലൂക്കാഷെങ്കോയെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തന്റെ രാജ്യത്തെ വളയാനും ആക്രമിക്കാനും പടിഞ്ഞാറൻ ശക്തികൾ ശ്രമിക്കുന്നു എന്ന ലൂക്കാഷെങ്കോയുടെ ആരോപണം തന്റെ അധിനിവേശ മോഹങ്ങളെ ന്യായീകരിക്കാനുള്ള ഒരു മറയാണെന്ന് നാറ്റോ കരുതുന്നു. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകിയ ബെലാറസ് ഇപ്പോൾ നേരിട്ട് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങാൻ തീരുമാനിക്കുന്നത് പുടിന്റെ വലിയൊരു തന്ത്രത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പാണ്. പശ്ചിമേഷ്യൻ യുദ്ധം കാരണം അമേരിക്കയുടെ ആയുധ വിതരണ ശൃംഖലകളിലുണ്ടായ തടസ്സവും യൂറോപ്പിന്റെ ആഭ്യന്തര ഭിന്നതകളും മുതലെടുക്കാൻ ലൂക്കാഷെങ്കോയെ മുന്നിൽ നിർത്തി റഷ്യ ശ്രമിക്കുകയാണ്. യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് ലൂക്കാഷെങ്കോ ആവർത്തിക്കുമ്പോഴും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നീക്കവും സായുധ പോരാട്ടത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ സൈനികരുടെ മനഃശാസ്ത്രപരമായ തയ്യാറെടുപ്പ് വലിയൊരു ഘടകമാണ്. തന്റെ സൈനിക ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഈ പ്രസംഗം സൈന്യത്തിനുള്ളിൽ ഒരു യുദ്ധ മനോഭാവം വളർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. റഷ്യൻ സൈനിക ഗ്രൂപ്പുകൾ ബെലാറസിനുള്ളിൽ നടത്തുന്ന സൈനിക പരിശീലനങ്ങളും അതിനൂതനമായ മിസൈൽ സംവിധാനങ്ങളുടെ വിന്യാസവും ലൂക്കാഷെങ്കോയുടെ പ്രഖ്യാപനത്തിന് പിന്നിലെ ആഴം വ്യക്തമാക്കുന്നു. സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കേണ്ട നയതന്ത്രജ്ഞർക്ക് പകരം സൈനിക മേധാവികൾ വേദികൾ കീഴടക്കുമ്പോൾ അത് ലോക ചരിത്രത്തിൽ തന്നെ ഒരു ഇരുണ്ട അധ്യായത്തിന്റെ തുടക്കമാകാറുണ്ട്. യൂറോപ്പിലെ ഈ നീക്കങ്ങൾ ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പശ്ചിമേഷ്യയിലെ എണ്ണ വിപണിയെയും വ്യാപാര ശൃംഖലകളെയും ബാധിച്ച ഇറാൻ അമേരിക്ക യുദ്ധം ലോക സമ്പദ് വ്യവസ്ഥയെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് യൂറോപ്പിലും ഒരു യുദ്ധഭീതി പടരുന്നത്. ഇത് ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമാക്കാനും ആഗോള വിപണിയിൽ വലിയ അസ്ഥിരതയുണ്ടാക്കാനും കാരണമാകും. ബെലാറസ് പോലൊരു രാജ്യം നേരിട്ട് നാറ്റോയുമായി ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുക. നാറ്റോ ഉടമ്പടിയിലെ ആർട്ടിക്കിൾ 5 പ്രകാരം ഒരു അംഗരാജ്യത്തിന് നേരെയുണ്ടാകുന്ന ആക്രമണം എല്ലാവർക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കപ്പെടും. പോളണ്ടിനെതിരെയോ ലിത്വാനിയയ്ക്കെതിരെയോ ഒരു ചെറിയ നീക്കം പോലും ബെലാറസ് നടത്തിയാൽ അത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ യൂറോപ്പിലെ യുദ്ധത്തിലേക്ക് നേരിട്ട് വലിച്ചിഴയ്ക്കും. ലൂക്കാഷെങ്കോയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിലെ ആഭ്യന്തര രാഷ്ട്രീയവും ശ്രദ്ധേയമാണ്.
തന്റെ ഭരണകൂടത്തിന് നേരെയുള്ള ആഭ്യന്തര പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനും ജനശ്രദ്ധ ദേശീയ സുരക്ഷയിലേക്ക് തിരിക്കാനും യുദ്ധഭീതി ഒരു ഉപാധിയായി അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത്തവണത്തെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. റഷ്യൻ ആണവായുധങ്ങളുടെ സാന്നിധ്യം ബെലാറസിനെ ഒരു നിസ്സാര രാജ്യമായി കാണാൻ ലോകത്തെ അനുവദിക്കുന്നില്ല. ലോകക്രമം മാറുകയാണ്. സമാധാനത്തിന്റെ പഴയ മാനിഫെസ്റ്റോകൾ കീറിപ്പറിയുകയാണ്. സുരക്ഷിതമെന്ന് കരുതിയിരുന്ന അതിർത്തികൾ ഇന്ന് അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. സമാധാനം എന്നത് കേവലം 2 യുദ്ധങ്ങൾക്കിടയിലുള്ള വിശ്രമ വേള മാത്രമായി മാറുന്നുണ്ടോ എന്ന ഗൗരവകരമായ സംശയമാണ് ലൂക്കാഷെങ്കോയുടെ പ്രഖ്യാപനം ഉയർത്തുന്നത്. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നത് ഇപ്പോൾ പ്രവചനാതീതമാണ്. എന്നാൽ ലൂക്കാഷെങ്കോ നൽകിയ ഈ മുന്നറിയിപ്പ് ഒരു രാഷ്ട്രീയ നാടകമല്ലെന്ന് നമ്മൾ തിരിച്ചറിയണം. സൈനിക സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കി ആണവായുധങ്ങളുടെ പിൻബലത്തോടെ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ശ്രദ്ധ മാറിയ ഒരു സമയത്ത് ബെലാറസ് നടത്തുന്ന ഈ നീക്കങ്ങൾ വളരെ കൃത്യമായ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. സമാധാനകാലം അവസാനിച്ചുവെന്ന് ഒരു രാഷ്ട്രത്തലവൻ പ്രഖ്യാപിക്കുമ്പോൾ അത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് വരാനിരിക്കുന്ന വിനാശകരമായ മാറ്റങ്ങളുടെ തുടക്കമാണ്. ലോകം ഒരു പുതിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണോ, അതോ ഇതൊരു വലിയ നയതന്ത്ര സമ്മർദ്ദമാണോ എന്നത് വരും ദിവസങ്ങളിലെ ചലനങ്ങൾ വ്യക്തമാക്കും. എന്നിരുന്നാലും സൈനിക യൂണിറ്റുകൾ പൂർണ്ണ സജ്ജരായിരിക്കുന്ന മിൻസ്കിലെ തെരുവുകൾ ഇപ്പോൾ സമാധാനത്തിലല്ല, മറിച്ച് വരാനിരിക്കുന്ന യുദ്ധത്തിന്റെ ആശങ്കയിലാണ്. ഓരോ രാജ്യവും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആയുധമെടുക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് സാധാരണക്കാരന്റെ സമാധാനവും ലോകത്തിന്റെ ഭാവിയുമാണ്. ലൂക്കാഷെങ്കോ ഉയർത്തിയ യുദ്ധഗാഹളം യൂറോപ്പിന്റെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അതിന്റെ അനുരണനങ്ങൾ ലോകത്തിന്റെ ഓരോ കോണിലും എത്തിക്കഴിഞ്ഞു. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾക്ക് പകരം യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വട്ടമിടുമ്പോൾ മനുഷ്യരാശി മറ്റൊരു വലിയ പരീക്ഷണത്തെ നേരിടാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ലൂക്കാഷെങ്കോയുടെ പ്രഖ്യാപനം നയതന്ത്രജ്ഞർക്കുള്ള ഒരു താക്കീതാണ്. സമാധാനം എന്നത് ആയുധമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ആയുധം പ്രയോഗിക്കാതിരിക്കാനുള്ള വിവേകമാണെന്ന് അവർ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരു ചെറിയ തീപ്പൊരി മതി വലിയൊരു യുദ്ധത്തിന്റെ കാട്ടുതീ പടരാൻ. ആ തീപ്പൊരി വീണിരിക്കുന്നത് യൂറോപ്പിന്റെ ഏറ്റവും സെൻസിറ്റീവായ അതിർത്തിയിലാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.